ഇതാ നമ്മുടെ ചെമ്മീൻ ഫ്രൈ. വെള്ളത്തിൽ വറുക്കുന്ന ചെമ്മീനാണേ. ആദ്യം തന്നെ തലേദിവസം തന്നെ ചെമ്മീൻ ഞാൻ മാരിനേറ്റ് ചെയ്ത് വെച്ചിരുന്നു. തലേദിവസം വെക്കാൻ പറ്റാത്തവർക്ക് 2 മണിക്കൂറെങ്കിലും മിനിമം മാരിനേറ്റ് ചെയ്ത് ഫ്രിഡ്ജിൽ വെക്കണേ. അപ്പോൾ ഇനി കുറച്ച് ഉപ്പ് ഇട്ടു, മഞ്ഞൾപ്പൊടി ഇട്ടു, പിന്നെ ഞാൻ കാശ്മീരി മുളകാണ് യൂസ് ചെയ്യുന്നത്, അതുകൊണ്ട് കുറച്ച് കാശ്മീരി മുളക് ഇട്ടു. പിന്നെ മല്ലിപ്പൊടി ഇടുന്നുണ്ട്. ഇനി കുരുമുളക് പൊടി കുറച്ചിടുന്നുണ്ട്. ക്രഷ് ഇട്ടാലും മതി, എൻ്റേത് ക്രഷാണത്. അത് കഴിഞ്ഞിട്ട് പെരുംജീരകത്തിൻ്റെ ക്രഷും കൂടെ ഞാൻ ഇടുന്നുണ്ട്. ഗരം മസാല ഇടേണ്ടവർക്ക് അത് ഇടാം, ഞാനത് സ്കിപ്പ് ചെയ്തു. പിന്നെ ഇനി എടുക്കുന്നത് നാരങ്ങ നീരാണ്. ഒരു അരമുറിയുടെ നാരങ്ങ നീര് ഞാൻ പിഴിഞ്ഞൊഴിക്കുന്നുണ്ട്. ഇനി നന്നായിട്ട് ഇത് കൈകൊണ്ട് മിക്സ് ചെയ്തിട്ട് 2 മണിക്കൂർ പറ്റുന്നുണ്ടെങ്കിൽ മാരിനേറ്റ് ചെയ്ത് ഫ്രിഡ്ജിൽ വെക്കാം. എന്നാലായിരിക്കും ഇതിലെല്ലാം നന്നായിട്ട് പിടിക്കുകയുള്ളൂ, ചെമ്മീനിലൊക്കെ മസാലകളൊക്കെ പിടിച്ച് വരുള്ളൂ. ഇനി നമുക്ക് പാൻ അടുപ്പിൽ വെക്കാം. പാൻ നന്നായിട്ട് ചൂടാകുമ്പോഴത്തേക്കും നമുക്കൊരു ടീസ്പൂൺ വെളിച്ചെണ്ണ മാത്രം ഒഴിക്കുന്നുണ്ട്. പാനിൻ്റെ അടിയിൽ പിടിക്കാതിരിക്കാൻ വേണ്ടി, മീൻ അടിക്ക് പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. 1 ടീസ്പൂൺ ഇട്ടിട്ട് അതിൽ കുറച്ച് കറിവേപ്പില ഒഴിച്ചു. നന്നായിട്ട് എണ്ണ ചൂടായി കഴിയുമ്പോൾ നമ്മുടെ ചെമ്മീൻ അതിലേക്ക് ഇട്ട് കൊടുക്കണം. ചെമ്മീൻ ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ കുറച്ച് നേരത്തേക്ക് ഒരു മിനിറ്റോളം ഒന്ന് അടച്ചു വെച്ചേക്കുക. അപ്പോഴത്തേക്ക് അതൊന്ന് ജസ്റ്റ് ഒന്ന് ചെറുതായിട്ടൊന്ന് ഫ്രൈ ആയി വരും. അടച്ചു വെച്ച് കഴിഞ്ഞാൽ ഒന്ന് ഫ്രൈ ആയി വന്നു കഴിഞ്ഞാൽ തിരിച്ച് നമുക്ക് അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഒരു 2 ടേബിൾ സ്പൂൺ വെള്ളം ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്, അത്ര മതി. ഇനി വീണ്ടും അടച്ചു വെക്കുവാണേ. കുറച്ചൊന്ന് വെള്ളം വറ്റി കഴിയുമ്പോൾ ചെമ്മീനൊക്കെ ഒന്ന് എടുത്ത് തിരിച്ച് മറിച്ചിടാം. കുറച്ച് വെള്ളം വറ്റി വരുന്നുണ്ട്, കണ്ടോ? അപ്പം ഈ തിരിച്ചും മറിച്ചും ഒന്ന് ഇട്ടേക്കാം. അപ്പം ഇനി വെള്ളം ശരിക്കും വറ്റാറാവും. വെള്ളം ഒരു 1/4 ഭാഗം കൂടെ വറ്റി കഴിയുമ്പോഴത്തേക്കും നമുക്ക് അതിലേക്ക് ഞാൻ ചതച്ച് വെച്ചിരിക്കുന്ന ചെറിയ ഉള്ളി, ഇഞ്ചി, വെളുത്തുള്ളി ഇതൊക്കെ ഇട്ട് കൊടുക്കാം. അത് ഇട്ട് കൊടുത്തിട്ട് ഇനി നന്നായിട്ട് ഫ്രൈ ആയി വരണം. അപ്പോൾ ഏറ്റവും തീ കുറച്ച് വെച്ചിരിക്കുകയാണ്. എന്നിട്ട് ഇത് അടച്ച് വെക്കും. അടച്ച് വെച്ചിട്ട് ഈ ഉള്ളിയൊക്കെ നന്നായിട്ട് മുരിഞ്ഞ് വരുന്നത് വരെയും ഒന്ന് ഫ്രൈ ചെയ്തെടുക്കും. കണ്ടോ? നന്നായിട്ട് മുരിഞ്ഞ് വന്നിട്ടുണ്ട്. അതിനുശേഷം കുറച്ച് കറിവേപ്പില ഇട്ട് അടച്ച് വെച്ചാൽ മതി. ഇനി കുറച്ചും കൂടി ഒന്ന് ഫ്രൈ ചെയ്യണം എന്നുള്ളവർക്ക് ഒരു ഇത്തിരി കൂടെ എണ്ണ ഒഴിച്ചിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ്. പക്ഷേ ആ സ്റ്റെപ്പ് വേണ്ടവർക്ക് സ്കിപ്പ് ചെയ്യാവുന്നതാണ്. ഓക്കെ, ഇതാണ് നമ്മുടെ ചെമ്മീൻ ഫ്രൈ.